ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. പുറമേ ചിരിച്ചു, ദുഃഖമുള്ളിലായൊളിച്ചു. ആനി മോനെ സ്നേഹിക്കുന്നവളെ, മാഗിക്ക് എന്നെ സ്നേഹിക്കാം. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവൈ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജ. നിന്റെ പണി പാടുമേ எனக்கா நாங்கெல்லாம் சுனாமிலேயே சும்மிங்க போடுறவங்க. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. You know why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. கமிட் ஆயிட்டனே. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். எதிர்பார்க்கல, நான் திரும்ப வருவேன். எதிர்பார்க்கல. दोस्त फेल हो जाए तो दुख होता है, लेकिन दोस्त फर्स्ट आ जाए तो ज्यादा दुख होता है. അവരൊന്ന് വിരലമർത്തിയാൽ നിന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ ഫോസിൽ വരെ അടിച്ചു. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയാം, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്ന. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഹൃദയത്തിൻ നിറമായി, പ്രണയത്തിൻ ബലമായി, പനിനീർമലരായി നിറയൂ. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവട്ടം തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. റാസൽ ഖൈമീര വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടാരർക്കാ പ്ലീസ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്, കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു.